നമസ്തേ. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞായിരുന്നോ? ഒരിടത്ത് ഒരു സാധു സ്ത്രീയായ ഒരു വീട്ടമ്മ. ആ വീട്ടമ്മയെ ഭർത്താവ് ത്യജിക്കുവാൻ ശ്രമിക്കുന്നു അത്രേ. കഠിനമായ പരുഷ വാക്കുകളാൽ ശാസിക്കുന്നു, മാനസികമായി പീഡിപ്പിക്കുന്നു എന്ന് പറയുന്നു. അതിന് കാരണമായി പറയുന്നത് ഗൃഹനാഥൻ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് ഭർത്താവിൻ്റെ രൂപവും ഭാവവും ധരിച്ചുകൊണ്ട് ഒരു അപരിചിതൻ വീട്ടിലേക്ക് വരികയും അയാളോടൊപ്പം ഈ ഗൃഹനാഥ രമിക്കുകയും ചെയ്തു. പുറത്തുനിന്ന് വന്ന ഗൃഹനാഥൻ നോക്കുമ്പോൾ തൻ്റെ ഭാര്യയെ പ്രാപിച്ചതിന് ശേഷം പുറത്തേക്കിറങ്ങുന്ന ഒരു അപരിചിതനെ കാണുന്നു. കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹം അപരിചിതന് കൊടുക്കേണ്ടത് കൊടുത്തു. പിന്നെയോ ബാക്കി തൻ്റെ ധർമ്മപത്നിക്കും കൊടുത്തു. എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാകും. രാമായണത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ നമ്മൾ കാണുന്ന മനോഹരവും അത്യുജ്വലവും അതിഗംഭീരവുമായ ഒരു സന്ദർഭമാണ് ഗൗതമ മഹർഷിയുടെയും അഹല്യാദേവിയുടെയും ജീവിത സന്ദർഭം. വിശ്വാമിത്ര മഹർഷിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ യാഗം സംരക്ഷിക്കുവാനായി ശ്രീരാമചന്ദ്രമൂർത്തിയും ലക്ഷ്മണകുമാരനും വനത്തിലേക്കെത്തുമ്പോൾ യാത്രാമധ്യേ ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ വിശേഷണം പറഞ്ഞറിയിക്കുന്നു വിശ്വാമിത്രൻ ശ്രീരാമചന്ദ്രനോട്. പിന്നീടോ ആ പർണശാലയിൽ കല്ലായി കിടക്കുന്ന അഹല്യയുടെ രൂപത്തെ കാണിക്കുന്നു. എങ്ങനെയാണ് ഈ അമ്മ കല്ലായത് എന്ന് ശ്രീരാമചന്ദ്രൻ ചോദിക്കുമ്പോൾ വിശ്വാമിത്രൻ അതിന് കൃത്യമായ കഥ വിവരിച്ചു കൊടുത്തപ്പോൾ ഗൗതമ മഹർഷി അറിവിൻ്റെ നിറകുടമാണ്. സാധാരണയുള്ള ഋഷിപ്രവരന്മാരെക്കാൾ സർവജ്ഞാനിയാണ്. അങ്ങനെയുള്ള അദ്ദേഹം തൻ്റെ രൂപം ധരിച്ച് മറ്റൊരാൾ വന്നു, താനാണെന്ന് ധരിച്ചുകൊണ്ട് തൻ്റെ പത്നി അദ്ദേഹത്തോടൊപ്പം രമിച്ചു. അവിടെ ഭാര്യ എങ്ങനെ കുറ്റക്കാരിയാകും? അവരുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് സംഭവിച്ചില്ലല്ലോ. പിന്നെ എന്തിനാണ് അവരെ ശവിച്ചത്? എന്തൊരു സ്വാർത്ഥതയാണ്. ഇന്നത്തെ ലോകത്താണെങ്കിൽ പ്രതിഷേധ പ്രകടനമൊക്കെ നടന്നേനെ, ഭാര്യയുടെ ഭാഗം കാണുവാൻ 1000 ആളുകൾ വന്നേനെ. ഈ സംശയം ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്ര മഹർഷിയോട് ചോദിക്കുമ്പോൾ വിശ്വാമിത്രൻ അതിൻ്റെ ഉത്തരം പറയുന്നു. ഒരു ദിനം അർദ്ധരാത്രിക്ക് ശേഷം ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണ്ടാകുന്ന പക്ഷികളുടെ കളകൂജനങ്ങൾ കേട്ട്, കോഴി കൂവുന്നത് കേട്ട് നേരം പുലർന്നു എന്ന് തെറ്റിദ്ധരിച്ച ഗൗതമ മഹർഷി സന്ധ്യാവന്ദനാദി കർമ്മങ്ങൾ ചെയ്യുന്നതിലേക്കായി കുളിക്കുവാൻ വേണ്ടി നദിയിലേക്ക് യാത്രയാകുന്നു. ഗൗതമ മഹർഷി നദിയിലേക്ക് പോയ തക്കം പാർത്ത് ഗൗതമ മഹർഷിയുടെ രൂപം ധരിച്ച് ദേവേന്ദ്രൻ, ആ പേര് പ്രത്യേകം ശ്രദ്ധിച്ചോണേ, ദേവന്മാർക്ക് മുഴുവൻ ഇന്ദ്രനാകേണ്ടവൻ, മാതൃകയാകേണ്ടവൻ, സത്യസന്ധതയോടും ധർമ്മതൽപരയോടും പ്രവർത്തിക്കേണ്ടവൻ. നോക്കുക, അന്യൻ്റെ പത്നിയായ, അതും ലോകം മുഴുവൻ ആദരിക്കുന്ന ഗൗതമ മഹർഷിയുടെ പത്നിയുടെ സൗന്ദര്യത്തിൽ മതോന്മത്തനായി വിവശനായി ആ ഗൗതമ മഹർഷിയുടെ രൂപം ധരിച്ചുകൊണ്ട് ഗൗതമ മഹർഷി പ്രഭാതമായി എന്ന് തെറ്റിദ്ധരിച്ച് നദിയിലേക്ക് കുളിക്കാൻ പോയ അവസരം പാർത്ത് ഗൗതമ മഹർഷിയുടെ പർണശാലയിലേക്ക് വരികയും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായ അഹല്യാദേവിയോടൊപ്പം ശയിക്കുകയും ചെയ്യുന്നു. അഹല്യാദേവിയെ പ്രാപിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും